പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂൺ മാസം 23 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? എത്ര ശ്രേഷ്ഠമായിട്ടാണ് കർത്താവ് സൂക്ഷിച്ച് തൻ്റെ ചിറക് വിടർത്തി ആ ചിറകിനടിയിൽ നമ്മളെ കഴിഞ്ഞ പകൽക്കാലം ഒളിപ്പിച്ചു വെച്ച നല്ല കർത്താവിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കൈകളെ ഉയർത്തി പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ അപ്പം നമ്മളെ എഴുന്നേൽപ്പിച്ചതോർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അപ്പം അങ്ങ് ഞങ്ങളെ ഉണർത്തിയത് അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. പച്ചയായ പുൽപ്പറങ്ങളിൽ ഞങ്ങളെ കടത്തുകയും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തിലേക്ക് ഞങ്ങളെ നടത്തുകയും ചെയ്യുന്നതിന് സ്തോത്രം. അങ്ങ് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ഈ പകൽക്കാലം ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം. ആമേൻ. പോകേണ്ട വഴി ഇതാ എന്ന് ഞങ്ങളെ കാണിച്ചു തന്നു ആ വഴികളിലൂടെ അങ്ങയുടെ ഹിതപ്രകാരം ആമേൻ ആമേൻ തിന്മയായ വഴികളിലൂടെയല്ല, നന്മ മാത്രമുള്ള വഴികളിലൂടെ ഇന്ന് പകൽക്കാലം ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ സ്തോത്രം പറയുന്നു. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. സങ്കീർത്തനം 75 പറയുന്നു, ആമേൻ, ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമം അടുത്തിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. 6-ാമത്തെ വാക്യം പറയുന്നു, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നല്ല ഉയർച്ച വരുന്നത്. 7, ദൈവം ന്യായാധിപതിയാകുന്നു. അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ആമേൻ ഉയർത്തുകയും ചെയ്യും. അതിൻ്റെ 9-ാം വാക്യം പറഞ്ഞു, ഞാനോ എന്നേക്കും പ്രസ്താവിക്കും, യാക്കോബിൻ്റെ ദൈവത്തിന് സ്തുതി പാടും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയിൽ ആമേൻ ഏകാഗ്രപ്പെട്ടാട്ടെ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ഒരുമനപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക. അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ആരും ലജ്ജിച്ചു പോയിട്ടില്ല. അവരെ പ്രകാശിപ്പിക്കുന്ന അങ്ങയുടെ തിരുവെഴുത്ത ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് അപ്പാ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് കേൾക്കുക. യേശുവിൻ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുടുംബജീവിതം ധന്യമായി തീരട്ടെ, സമാധാനം കൊണ്ട് നിറയട്ടെ, സന്തോഷമായി തീരട്ടെ. ഇവരുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ. കുടുംബത്തിനകത്ത് സമാധാനം കെടുത്തുന്ന, സന്തോഷം നഷ്ടപ്പെടുത്തുന്ന എല്ലാ അറ്റ്മോസ്ഫിയറുകളും മാറി ദൈവിക അറ്റ്മോസ്ഫിയർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. ജോലിയില്ലാത്തവർക്ക് വഴികൾ തുറന്നു കൊടുക്കണമേ. അത്ഭുതങ്ങളുടെ വാതിലുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ആവശ്യങ്ങളിൽ അങ്ങനെ പ്രവൃത്തി നടക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ആമേൻ, കുഞ്ഞുങ്ങളുടെ മേലും പ്രത്യേകമായൊരു അഭിഷേകം വ്യാപരിക്കണം. അവരെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ട അങ്ങയുടെ വഴികളിൽ നടക്കുന്ന കുഞ്ഞുങ്ങളായി മാറട്ടെ. ലോകത്തിൻ്റെതായ എല്ലാം അവരിൽ നിന്നും മാറി ദൈവികമായത് അവരിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സാമ്പത്തികമായ വിഷയങ്ങളിലും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണമേ. ഇന്ന് ലോകത്തെമ്പാടും കർത്താവിൻ്റെ സഭായോഗങ്ങൾ നടക്കുന്ന കർത്താവ്, എല്ലാ സഭായോഗങ്ങളും മഞ്ഞും മഴയും പെയ്യണം, മഹിമ വെളിപ്പെടണം. കർത്താവേ, അവർ ഏത് ദേശങ്ങളിലാണോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ ഇടവരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് തൊണ്ടയ്ക്കുള്ള അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അവൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൊണ്ടയ്ക്കകത്തുള്ള അസ്വസ്ഥതകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം വരട്ടെ, പൂർണ്ണ സ്വസ്ഥത വരട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. ദൈവിക വിടുതലുകൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. ആമേൻ. അത്ഭുതങ്ങളെ ചെയ്ത കർത്താവിന് സ്തോത്രം. ആമേൻ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യവും 35-ാമത്തെ വാക്യവും നമുക്ക് വായിക്കാം. ജോൺ ചാപ്റ്റർ 13
34 and 35 അവിടെ പറയുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്നത് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത് കർത്താവിൻ്റെ വായിൽ നിന്ന് വന്ന ചില വാക്കുകളാണ്. പഴയ നിയമത്തിലും നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ള കൽപ്പന ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും കുറച്ചുകൂടെ ആ സ്നേഹത്തിൻ്റെ ആഴത്തെ വർണ്ണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ കൂടുതലായി വെളിപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന. ഈ സ്നേഹത്തിൽ അത് കൂടുതലായിട്ടും കെയറിങ് ആണുള്ളത്. മറ്റുള്ളവരെ നമ്മൾ കെയർ ചെയ്യുന്നവരായിരിക്കണം. മറ്റുള്ളവരെ നമ്മൾ കരുതുവാൻ നമ്മൾ സന്നദ്ധത പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നൊരു ഭാഗം. കാരണം പലപ്പോഴും നമ്മൾ ആ കാര്യങ്ങൾ മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം, ആ പ്രിയപ്പെട്ടവരെ കരുതുകയും കെയർ ചെയ്യുകയും അവരുടെ പ്രതികൂലങ്ങളിൽ, അവരുടെ പ്രയാസങ്ങളിൽ അവരോട് കൂടെ നിൽക്കുകയും ചെയ്യുന്നവരായിരിക്കണം. സാധാരണ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ പലരും മാറിപ്പോകുന്ന ഒരു പതിവുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് അങ്ങനെയല്ല. പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഒക്കെ വരുമ്പം നാം അവരോടുകൂടെ നിൽക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് കർത്താവ് ഓർപ്പിക്കുക. മാത്രമല്ല, നമ്മുടെ സഹവിശ്വാസികൾ, നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ, അവരെയും നമ്മൾ കൂടുതലായി കരുതുകയും കൂടുതലായി സ്നേഹിക്കുകയും അവരെക്കുറിച്ച് നമ്മൾ കൂടുതൽ റെസ്പോൺസിബിൾ ആയിരിക്കുകയും ചെയ്യണം. ഇപ്പം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കർത്താവ് യഹോവയായ ദൈവം ചോദിക്കുന്നൊരു കാര്യമുണ്ട്. പിന്നെ യഹോവ കായീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല, ഞാൻ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവിടെ കർത്താവ് ചോദിക്കുമ്പോൾ അതിനകത്തുനിന്നൊരർത്ഥമുണ്ട്. അതായത് നമ്മുടെ സഹോദരങ്ങൾ ഏതു വഴിയിൽ സഞ്ചരിക്കുന്നു, അവർ തെറ്റായ മാർഗത്തിലാണോ പോകുന്നത്, അവർ പാപത്തിൻ്റെ വഴികളിലാണോ പോകുന്നത്, അവർ പിന്മാറ്റത്തിലാണോ പോകുന്നത് എന്ന് അന്വേഷിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ കരുതുവാനുമുള്ളൊരു ഉത്തരവാദിത്വം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അത് സ്വന്തം സിബിലിങ്സ്, അതുപോലെ തന്നെ ആത്മീക സഹോദരങ്ങളെക്കുറിച്ചും ഇതേ നമ്മുടെ കൂടെ ഇരുന്ന് ആരാധിച്ചവർ, നമ്മുടെ കൂടെ ഇരുന്ന് പാട്ടുപാടിയവർ, നമ്മുടെ കൂടെ ഒന്നിച്ച് പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുത്തവർ, അവരെക്കുറിച്ച് കർത്താവ് ഒരുപക്ഷെ നമ്മളോട് നാളെ ചോദിക്കാം, മോനെ നിൻ്റെ കൂടെ ഇരുന്ന് ആ വ്യക്തിയെ കാണുന്നില്ലല്ലോ, അവൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവൻ്റെ കാവൽക്കാരനാണോ എന്ന് ചോദിക്കാൻ നമുക്ക് അർഹതയില്ല, റൈറ്റില്ല. നമ്മൾ അന്നേരം പറയാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നമ്മൾ കെയർ ചെയ്യുന്നവരും അന്വേഷിക്കുന്നവരും അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുകയും അവരോടൊപ്പം നിലനിൽക്കുകയും ചെയ്യുന്നവരായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. ഇനി വേറൊരു ഭാഗത്ത് യോഹന്നാൻ്റെ ലേഖനത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, 1 യോഹന്നാൻ 4 ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പന നമുക്ക് കർത്താവിൽ നിന്ന് ലഭിച്ചിരിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നോ, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവത്തെ സ്നേഹിച്ചിട്ട് സഹോദരനെ സ്നേഹിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല. കാണാത്ത ദൈവത്തെ കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ ഒരിക്കലും സ്നേഹിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങളുടെ സിബ്ലിങ്സ്, നിങ്ങളുടെ സ്വന്തം സഹോദരങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ കൂടെ വിശ്വാസത്തിൽ നിൽക്കുന്നവരായിക്കോട്ടെ, ഇവരെയൊക്കെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി കരുതുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ ആത്മീയവും എന്ന് വെച്ചാൽ അവരെ ഭരിക്കുവാനല്ല, അവരുടെ ആത്മീയമായ വളർച്ചകൾ എങ്ങനെ പോകുന്നു, അവർ ഏത് വഴിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിന് നമുക്ക് നല്ല ബോധ്യമുണ്ടാകണം. കാരണം കർത്താവ് നമ്മളോട് ചോദിക്കുവാൻ ന്യായമുണ്ട്. നിൻ്റെ കൂടെ ആരാധനയ്ക്ക് വന്ന വ്യക്തിയെക്കുറിച്ച് കർത്താവ് നിന്നോട് ചോദിക്കുവാൻ ന്യായമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, വെരി കെയർഫുൾ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ ഒരു സഹോദരങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അടച്ചു കളയരുത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ എപ്പോഴും അവർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കണം. അവരെ സ്നേഹം അവരെ കാണിക്കണം. നിങ്ങളുടെ സ്നേഹം അവർ കാണട്ടെ. നിങ്ങളിലുള്ള ക്രിസ്തുവിനെ നിങ്ങളുടെ സ്നേഹത്തിലൂടെ അവരെ കാണട്ടെ. നിങ്ങൾ അവരുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുകയല്ലോ, ഷോ ദം ദ ലവ്. നിങ്ങളുടെ സ്നേഹം
നിങ്ങൾ പ്രകടിപ്പിക്കണം. അത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാം, പ്രവൃത്തികളിലൂടെ പ്രകടിപ്പിക്കാം. ഇതൊക്കെ നമ്മൾ കാണിക്കണം, അവരോട് സ്നേഹം കാണിക്കണം, അവർക്ക് മനസ്സിലാകണം ഈ നിങ്ങളുടെ അകത്ത് യേശുവാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാകണം. ആമേൻ. അപ്പം ആ സ്നേഹത്തിൻ്റെ ആ ഭാവം അല്ലെങ്കിൽ പ്രകടനമൊക്കെ നമ്മളുണ്ടാകണം. കള്ളപ്രകടനമല്ല ഉദ്ദേശിച്ചത്, ഒറിജിനലായത്. അപ്പോൾ ചിലരാണെങ്കിൽ പറയും ഞങ്ങൾക്ക് സ്നേഹമുണ്ട്, അത് ഞങ്ങൾ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. നോ, സ്നേഹം കാണിക്കണം. പിതാവ് തൻ്റെ പുത്രനെ നമുക്ക് തന്ന പിതാവിന് നമ്മളോടുള്ള സ്നേഹത്തെ കാണിച്ചു. കാൽവരി ക്രൂശിൽ യാഗമായി നമ്മളോടുള്ള സ്നേഹത്തെ കാണിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം അത് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ എല്ലാ നിലയിലും നിങ്ങളുടെ സിബ്ലിങ്സിനോടും അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളോടും നിങ്ങളുടെ സഹവിശ്വാസികളോടും മറ്റുള്ളവരോടുമുള്ള ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കുവാൻ, കൂടുതൽ ബലമുള്ള ബന്ധമാക്കുവാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുക. സ്നേഹം പ്രകടിപ്പിക്കുക, അവരെ കെയർ ചെയ്യുക. നാളെ കർത്താവ് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയുവാൻ നമ്മുടെ പക്കലുണ്ടാകണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് സ്നേഹിച്ചതുപോലെ നമുക്ക് അന്യോന്യം സ്നേഹിക്കാം. ഈ പ്രഭാതത്തിൽ സ്നേഹം നമ്മളിലൂടെ വെളിപ്പെടട്ടെ, മറ്റുള്ളവർ നമ്മളിലുള്ള സ്നേഹം കാണട്ടെ. അങ്ങനെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിങ്ങളിലൂടെ നിങ്ങൾ കർത്താവിൻ്റെ ശിഷ്യന്മാരെന്നെങ്ങനെ അറിയപ്പെടുന്നത്? നിങ്ങൾ സ്നേഹിക്കുമ്പോഴാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരെന്നുള്ള ആ ഒരു പദവി നിങ്ങളിലൂടെ വെളിപ്പെടുന്നത്. നമുക്ക് പറയാൻ പറ്റും ഞാൻ ശിഷ്യനാന്ന് പറയാൻ പറ്റും. പക്ഷേ തിരുവഴുത്തിൽ എന്നാ പറഞ്ഞ്? നിങ്ങൾ സ്നേഹിക്കുമ്പോൾ. യോഹന്നാൻ നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത് തന്നെ ഉണ്ടല്ലോ 13:35, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. സ്തോത്രം. ആമേൻ. നമ്മുടെ വസ്ത്രം കണ്ടിട്ടോ നമ്മുടെ പോസ്റ്റുകൾ കണ്ടിട്ടോ അല്ല, നമ്മൾ സ്നേഹം കണ്ടിട്ട് നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവൻ ലോകവ്യാപകമായി ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ വലിയ സ്നേഹം വർധനവുണ്ടാകട്ടെ. ഗോഡ് ബ്ലസ് യു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മളൊരു അത്ഭുതമായി മാറും, നമ്മളൊരു അതിശയമായി മാറും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.